ആണുങ്ങളിൽ ഏറെയും കച്ചവടവും ഡ്രൈവിങ്ങും പിന്നെ വർക്ക്ഷോപ്പ്, പെയിന്റിങ്, വീടുപണി, വയറിങ് അങ്ങനെ ഓരോരോ ജോലികൾ ചെയ്തു വരുന്നു. വീടുകൾ തമ്മിൽ ഒരു വേലിക്ക് അപ്പുറത്തെ അകൽച്ചയേ ഉള്ളൂ. എല്ലാം 10ഉം 15 സെന്റും മാത്രമുള്ളവരാണ്. പക്ഷേ ആ നാടിനൊരു പ്രത്യേകതയുണ്ട്: ഒത്തൊരുമ. ജാതിമത വ്യത്യാസമില്ലാത്തവരാണ് അവിടുത്തെ ഗ്രാമവാസികൾ. ഓണവും ക്രിസ്മസും റംസാനും വിഷുവും കത്തീഡ്രൽ പള്ളിയിലെ പെരുന്നാളും മേലിൽക്കാവിലെ ഉത്സവവും ഒക്കെ വരുമ്പോഴാണ് ഓരോ കുടുംബത്തിൻ്റെയും കൂട്ടായ്മ മനസ്സിലാകുന്നത്. അങ്ങനെ ആ നാട്ടിൻപുറത്തെ ആളുകൾ വളരെ സമൃദ്ധമായി കഴിഞ്ഞു പോവുകയാണ്. ശിവനും സനൂപും കൂടെ പെണ്ണിന്റെ വീട്ടിലെത്തിയപ്പോൾ 12 മണിയാവാറായി. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അല്പം കഷണ്ടി കയറിയ നെറ്റിയിന്മേൽ വീണു കിടക്കുന്ന 1-2 മുടികൾ കൈകൊണ്ട് മാടി ഒതുക്കി ഒരാൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ആളെ കണ്ടതും ശിവന് അങ്ങട് വല്ലാതെ ബോധിച്ചു എന്ന് വേണം പറയാൻ. കാരണം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന് അവന് തോന്നിയിരുന്നു. പാതി ഓടും ബാക്കി ഭാഗം ഷീറ്റുമിട്ട് ഷെയ്ഡ് വാർത്തിരിക്കുന്ന ഒരു വീടായിരുന്നു അത്. മുറ്റത്ത് നിറയെ പല പല ചെടികൾ പൂത്തു നിൽപ്പുണ്ട്. അതിൽ സൂര്യകാന്തിയും വാടാമല്ലിയും തെച്ചിയും ഒക്കെ ഉണ്ട്. ഡിസംബർ ജനുവരി മാസം ആയതിനാൽ എല്ലാ ചെടിയും പൂത്തു തളുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവയെല്ലാം ആഘോഷത്തിൽ അങ്ങനെ ചിരിച്ചുല്ലസിച്ചു നിൽക്കുകയാണ് എന്ന് അവന് തോന്നി. ഇളം തിണ്ണയിലേക്ക് 2 പേരും കൂടി പ്രവേശിച്ചു. അവിടെ കിടന്നിരുന്ന 2 കസേരകളിലായിട്ട് നിലയുറപ്പിച്ചു. എൻ്റെ പേര് സോമൻ. ഇളയ മകൾക്ക് വേണ്ടിയായിരുന്നു മോനെ ആലോചിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു പറഞ്ഞു. ലളിതേ, അവര് വന്നു കേട്ടോ. അപ്പോഴേക്കും മറ്റൊരു തല മാത്രം വാതിന് മറവിൽ നിന്നും പുറത്തേക്ക് വന്നു. അവരൊന്ന് ചിരിച്ചു കാണിച്ചു. അയാൾ പറഞ്ഞതും ശിവനും സനൂപും കൂടി എഴുന്നേറ്റ്. ഇരിക്കും മക്കളെ, ഞാൻ ചായ എടുക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ഉൾവലിഞ്ഞു. ഇതാരാണ്? കൂടെയുള്ള സനൂപിനെ നോക്കി അയാൾ ശിവനോട് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരനാണ്, പേര് സനൂപ്. ഞങ്ങൾ അടുത്തടുത്താണ് താമസവും. ഓ ശരി ശരി. മോൻ്റെ പേരെന്താണ്? ഞാനത് മറന്നു. എൻ്റെ പേര് ശിവൻ. ബികോം കംപ്ലീറ്റ് ചെയ്തു. വയസ്സ് 32ആയി. അമ്മയും 2 അനുജത്തിമാരുമുണ്ട്. അവരെ ഇരുവരെയും വിവാഹം കഴിച്ചു വിട്ടു. മൂത്ത ആള് ടീച്ചറാണ്, ഇളയവൾ നഴ്സും. ഞാനാണെങ്കിൽ നമ്മുടെ സ്വന്തം കൃഷിസ്ഥലത്തു കൃഷിയൊക്കെ ചെയ്തു അങ്ങനെ തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നു. കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ വത്സല പറഞ്ഞിരുന്നു കേട്ടോ. വത്സലേനെ അറിയത്തില്ലേ? ഉവ്വ് അറിയാം. അമ്മയുമായിട്ട് അവർക്ക് പരിചയമുണ്ട്. നല്ല തെളിമയോടുകൂടി മുഖത്തു നോക്കി സംസാരിക്കുന്ന ശിവനെയാണെങ്കിൽ സോമനും വളരെയധികം ഇഷ്ടമായിന്ന് വേണം പറയാൻ. ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? കുറച്ചു മുൻപേ കണ്ട ചേച്ചിയുടെ ശബ്ദം. ഇപ്പം വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. ശിവനാണെങ്കിൽ മുറ്റത്തൂടെ ആകമാനം വീണ്ടും നോക്കി. ഇഷ്ടമായോ നിനക്ക്? സനൂപ് ശബ്ദം താഴ്ത്തി ചോദിച്ചതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അല്ല, ഈ പെണ്ണുകാണൽ എന്ന് പറഞ്ഞ് നീ ഓരോ വീട്ടിലും ചെന്നിട്ട് വീടിൻ്റെ മുറ്റവും പരിസരവും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കലല്ലേ പതിവ്. അതുകൊണ്ട് ചോദിച്ചതാ. സനൂപിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ശിവൻ തൻ്റെ 2 കാലുകളും ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അച്ഛൻ്റെ പിന്നാലെ ഇളം മഞ്ഞ നിറമുള്ള ചുരിദാർ അണിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നത് ശിവൻ കണ്ടു. മുഖം കുനിച്ചു കയ്യിലിരിക്കുന്ന ട്രേ സസൂക്ഷ്മം പിടിച്ചുകൊണ്ടാണ് വരുന്നേ. അതുകൊണ്ട് മുഖമൊന്നും വ്യക്തമല്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മോള്. പേര് ലക്ഷ്മിപ്രിയ. ലച്ചു എന്നാണ് വിളിക്കുന്നത്. അയാൾ പറഞ്ഞപ്പോൾ ലക്ഷ്മി ശിവന് നേരെ ചായ കൊടുക്കുവാനായി അല്പം കുനിഞ്ഞു. ആ സമയത്താണ് അവൾ ശിവനെ നോക്കിയത്. നീണ്ട നാസികയും അതിലെ ഒറ്റക്കൽ മൂക്കുത്തിയുമായിരുന്നു അവൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത്. വെളുത്ത നിറമാണ് അവൾക്ക്. നീണ്ടു മെലിഞ്ഞ കൈവിരലുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചായ എടുത്തു. സനൂപിനും ചായ കൊടുത്ത ശേഷം അവൾ അച്ഛനെ നോക്കി. മോളെ, ഇത് ശിവൻ. ഇയാളാണ് കേട്ടോ പയ്യൻ. അച്ഛൻ പറഞ്ഞതും അവൾ ശിവനെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തിരിച്ചു. ചായ കുടിക്കും മോനെ, എന്നിട്ട് രണ്ടാൾക്കും പരസ്പരം തുറന്നു സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ശിവനെ നോക്കി. മോള് എംകോം ആയിരുന്നു, ഇവിടെ അടുത്തുള്ള ഹോളി ഏഞ്ചൽസിൽ. അവിടെ തന്നെയായിരുന്നു ബികോം ചെയ്തതും കേട്ടോ. ഇവൾക്ക് മൂത്തതാണ് എൻ്റെ മകൻ സേതു. അവൻ ദുബായിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും മൂത്തത് മോളാണ്. അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഒരു കുട്ടിയുമുണ്ട്. ഭർത്താവിന് താലൂക്ക് ഓഫീസിലാണ് കേട്ടോ. ശിവനെയും സനൂപിനെയും മാറി മാറി നോക്കിക്കൊണ്ട് സോമൻ പറഞ്ഞു. ആ സമയം കൊണ്ട് അവർ ഇരുവരും ചായ കുടിച്ചു തീർത്തു. എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സനൂപ് എഴുന്നേറ്റു. ലക്ഷ്മിയുടെ അച്ഛൻ്റെ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി. അവളുടെ അമ്മയും അകത്തേക്ക് പോകുന്നതായി ശിവൻ കണ്ടു. ഇരുവരും പരസ്പരം ഒന്നൂടെ നോക്കി. ആകപ്പാടെ ഒരു പതർച്ച പോലെ രണ്ടാൾക്കും തോന്നി.
ശിവനാണെങ്കിൽ താനിരിക്കുന്ന കസേരയിലേക്ക് ഒന്നുകൂടെ അമർന്നിരുന്നു. ലക്ഷ്മിയും തൻ്റെ ഷോളിൻ്റെ തുമ്പിൽ പിടിച്ച് കശക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. എവിടെയാണ്? മുണ്ടയ്ക്കൽ ബാങ്കിൽ. പ്രൈവറ്റാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു ബ്രാഞ്ച് നമ്മളുടെ അടുത്തും ഉണ്ട്. 10-20 മിനിറ്റ് നടക്കാൻ ദൂരം. വത്സല ചേച്ചി പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അനിയത്തിമാരെ കെട്ടിച്ചു വിട്ടു. വല്ലപ്പോഴും അവരൊക്കെ വരും. രണ്ടാൾക്കും ചെറിയ ജോലിയുണ്ട്. പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. എനിക്ക് കൃഷിപ്പണിയാണ് കേട്ടോ. പച്ചക്കറികളും കപ്പയും ചേനയും കാച്ചിലും കിഴങ്ങും അങ്ങനെ. അവളെ നോക്കിക്കൊണ്ട് ശിവൻ പറഞ്ഞു. സഹായത്തിന് ആളുണ്ടോ? ഉണ്ട്. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഞാനും അമ്മയും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അവൻ പറയുന്നത് എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് ലച്ചു നിന്നു. എനിക്ക് ലക്ഷ്മിയെ ഇഷ്ടമായി കേട്ടോ. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. മുല്ലമൊട്ടു പോലുള്ള പല്ലുകൾ കാട്ടി അവൾ ചിരിച്ചപ്പോൾ അവനു മനസ്സിലായി. ലക്ഷ്മിയോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ശിവൻ പ്രാർത്ഥിച്ചത് ഒന്നു മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ എനിക്ക് ഇങ്ങോട്ട് തന്നേക്കണേ ഭഗവാനേ എന്ന്. അവൻ തിരികെ വീട്ടിലെത്തുന്നതും കാത്ത് ഉമ്മറത്തെ സോപാനത്തിൽ ഇരിക്കുകയായിരുന്നു രാധമ്മ. ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അവർ വേഗം എഴുന്നേറ്റു. അമ്മയെ നോക്കി പുഞ്ചിരിയോടുകൂടി കയറി വരുന്ന മകനെ കണ്ടതും ആ മാതൃഹൃദയവും നിറഞ്ഞു. മോനെ, എങ്ങനെയുണ്ടടാ പെൺകുട്ടി? നിനക്ക് ഇഷ്ടമായോ അവളെ? ബൈക്കിൻ്റെ ചാവി തൻ്റെ ചൂണ്ടുവിരലിൽ കറക്കിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ശിവൻ വന്നിരുന്നു. പെണ്ണ് കുഴപ്പമില്ല അമ്മേ. ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. അവൾക്ക് നിന്നെ ഇഷ്ടമായോടാ? വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല മനുഷ്യരാണോ കണ്ടിട്ട്? വീട്ടുകാരൊക്കെ നല്ല ആളുകളാണ്. അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഒരു ആങ്ങളയുള്ളത് ദുബായിലെ ഏതോ കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആണെന്നാ പറഞ്ഞത്. പെങ്കൊച്ചിന് നിന്നെ ഇഷ്ടമായി കാണുമല്ലേ അല്ലേടാ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ ചോദിച്ചതുമില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വത്സല ചേച്ചിയോട് വിളിച്ച് കാര്യം പറയുമല്ലോ. കാണാൻ മിടുക്കിയാണോ മോനെ? കാഴ്ചയ്ക്ക് അങ്ങനെ തരക്കേടൊന്നുമില്ല അമ്മേ. പിന്നെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ ആർക്കറിയാം? സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാം മോനെ. ആദ്യം അവൾക്കും ഇതിൽ താല്പര്യമുണ്ടോയെന്ന് അറിയട്ടെ, അല്ലേ? സനൂപ് എന്നാ പറഞ്ഞടാ? അവനിപ്പോൾ എന്തു പറയാനാണ് അമ്മേ? എൻ്റെ കൂടെ കൂട്ടുവന്നതല്ലേ. പിന്നെ അവനും പെൺകുട്ടിയെ ഇഷ്ടമായി. അവളുടെ വീട്ടുകാരും മര്യാദക്കാരാണെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എത്രയെത്ര ആലോചനകൾ വന്നതാണ്. ഉമ്മറത്തിരിക്കുന്ന മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഫോട്ടോയിലേക്ക് നോക്കി രാധ വിലപിച്ചു. അവളുമാരോട് പറഞ്ഞായിരുന്നു അമ്മേ? ശ്രീദേവി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇളയവളും എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കണ്ടാൽ മതി എന്നാണ് അവരും പറഞ്ഞത്. വിധിച്ചതാണെങ്കിൽ നടക്കും അമ്മേ. അല്ലാതെ ഇപ്പോൾ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അമ്മ ഊണ് വിളമ്പി വയ്ക്കാൻ നോക്ക്. എനിക്ക് വല്ലാത്ത വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ എഴുന്നേറ്റു. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് വിധിച്ച സമയത്ത് മാത്രമേ നടക്കൂ. അത് ഏത് വലിയവനായാലും ശരി, ചെറിയവനായാലും ശരി. ഇപ്പം തന്നെ കണ്ടോ, എത്ര നാളായിട്ട് കല്യാണം ആലോചിക്കുന്നതാണ് ശിവന് വേണ്ടി. ഒത്തു വന്നപ്പോഴോ എല്ലാം പെട്ടെന്നങ്ങടായി. ഒറ്റ മാസം കൊണ്ട് കല്യാണം ഇങ്ങടെത്തി. ഉമ്മറത്തിരുന്ന് ദിവാകരൻ അമ്മാവൻ പ്രസംഗം തുടങ്ങിയിട്ട് നേരം ഇത്തിരി കഴിഞ്ഞു. അകമ്പടി സേവിക്കാനാണെങ്കിൽ ശാരദ കുഞ്ഞമ്മയും കല്യാണിയമ്മയും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് നാലും കൂട്ടി മുറുക്കിക്കൊണ്ട് സൊറ പറച്ചിലാണ്. അവസാനം മിനുക്കുപണി എന്നോണം ശിവനും സനൂപുമൊക്കെ ചേർന്ന് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. മറ്റന്നാളാണ് ശിവന്റെ കല്യാണം. കുടുംബക്കാരൊക്കെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ആകെ കൂടി ഒരു ബഹളമാണ്. ഒരാഴ്ച മുന്നേ തുടങ്ങി ഒരുക്കങ്ങളൊക്കെ. വൈകുന്നേരമായാൽ പിന്നെ അയൽവീട്ടിലെ ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് എത്തും. എല്ലാവരും ചേർന്ന് കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടും. കപ്പയും കാച്ചിലും കിഴങ്ങും ഒക്കെ പുഴുങ്ങിയ ശേഷം നല്ല എരിവുള്ള പച്ച കാന്താരിമുളകും ഉള്ളിയും കല്ലുപ്പും ചേർത്ത് അമ്മിക്കല്ലിൽ വെച്ച് അരച്ച ശേഷം പച്ച വെളിച്ചെണ്ണയും തൂവി ആരെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കും. മിക്കവാറും സനൂപിൻ്റെ അമ്മയായ രമചേച്ചിയുടെ ജോലിയാവും അത്. പാകത്തിനുപ്പും മുളകുമൊക്കെ കൂട്ടി ആ കപ്പയും കാച്ചിലുമൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു രുചിയാണ്. എന്തെങ്കിലും കല്യാണമോ പിറന്നാളോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നത്. അത് ആ ഗ്രാമത്തിൻ്റെ ആഘോഷമാണ്. അന്ന് വൈകുന്നേരത്തോടു കൂടി ശിവന്റെ മൂത്ത പെങ്ങളായ ശ്രീദേവിയും ഭർത്താവ് രാജേഷും കുഞ്ഞുമൊക്കെ വന്നു. മകളുടെ കയ്യിൽ നിന്നും ഓടി വന്ന് കുഞ്ഞിനെ മേടിച്ച് കൊഞ്ചിക്കുകയാണ് രാധമ്മ. അവരുടെ വണ്ടി വന്നത് കണ്ടപ്പോഴേക്കും ശിവനും സനൂപും ഒക്കെ രാജേഷിൻ്റെ അടുത്തേക്ക് വന്നു കുശലൻ പറഞ്ഞു. അളിയ,
കടയിലിരിക്കാനായി ആരെങ്കിലും കിട്ടിയായിരുന്നോ? സത്യം പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു ചെറുക്കനോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. മറ്റന്നാൾ കട അടവാണ്. ഞായറാഴ്ചയല്ലേ? ചെരുപ്പൂരി മുറ്റത്തിന്റെ ഒരു കോണിലേക്ക് ഇട്ടതിന് ശേഷം രാജേഷ് ഉമ്മറത്തേക്ക് കയറി. ശ്രീദേവിയാണെങ്കിൽ അപ്പോൾ കല്യാണി അമ്മയോടും ശാരദ വല്യമ്മയോടുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞിന്റെ 28 കെട്ടിന് കണ്ടതാണ് ശ്രീദേവിയെ. നീ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലേടി മോളെ. കുട്ടി വഴക്കുണ്ടോ? കല്യാണി അമ്മ ശ്രീദേവിയുടെ കൈത്തണ്ടയിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ്. എന്നും കാലത്തെ 8:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അമ്മേ. തിരികെ എത്തുമ്പോൾ 4:30 കഴിയും. പിന്നെ വന്ന് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് വീടുപണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നേരം പാതിരാത്രിയാവും. എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങോട്ട് കിടക്കും. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ എവിടെയാ നേരം? അങ്ങനെ പറഞ്ഞാൽ ഒക്കുമോ പെണ്ണേ? വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം വച്ചാലല്ലേ ശരിയാവൂ. ഈ ഓട്ടവും പാച്ചിലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരീരം സൂക്ഷിക്കാം എന്ന് വെച്ചാൽ കാലം അപ്പോഴേക്കും കടന്നു പോകും. ദിവാകരൻ അമ്മാവൻ പറഞ്ഞപ്പോൾ ശാരദ വല്യമ്മയും അതിനോട് അനുകൂലിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്കും തടിയൊക്കെ വെച്ചോളും ചേട്ടാ. ഇവളുടെ പ്രായത്തിൽ എനിക്ക് ഇത്ര പോലും വണ്ണം ഉണ്ടായിരുന്നില്ല. അപരിചിതരെ കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞ ശ്രീദേവിയുടെ കുഞ്ഞുമായിട്ട് വന്ന രാധമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തൻ്റെ സഹോദരനെ നോക്കി പറഞ്ഞു. ശ്രീദേവിയാണെങ്കിൽ കുഞ്ഞിനെ മേടിച്ച് തോളത്തിട്ടുകൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയി. ഷർട്ടും മുണ്ടും മാറുവാനായി അകത്തേക്ക് കയറി വന്ന രാജേഷ് ആണെങ്കിൽ ശ്രീദേവിയോട് ദേഷ്യപ്പെട്ടു. എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ പറഞ്ഞാൽ നീയൊട്ട് കേൾക്കുകയുമില്ല, അനുസരിക്കുകയുമില്ല. എന്നിട്ട് ഇപ്പോൾ നിന്നെ പട്ടിണിക്കിട്ടു എന്ന് പറഞ്ഞാണ് നിന്റെ അമ്മാവനും വല്യമ്മയും ഒക്കെ എന്നോട് കുതിര കയറുന്നത്. എൻ്റെ രാജേഷേട്ടാ, ഇവരൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ലെന്നേ. എപ്പോൾ കണ്ടാലും എന്നെ നോക്കി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. എന്നെ തന്നെയല്ല, ദേ കുറച്ച് കഴിയുമ്പോൾ ശാലിനി എത്തും, അവളോടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ ഇവരുടെ സ്ഥിരം സ്വഭാവ രീതികളാണ്. ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങട് നടിക്കുക, അത്ര തന്നെ. ചുരിദാർ മാറിയ ശേഷം താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഒരു നൈറ്റി എടുത്ത് ഇടുകയാണ് ശ്രീദേവി. അപ്പോഴേക്കും ശാലിനി വന്നല്ലോ എന്ന് ആരോ ഉമ്മറത്തിരുന്ന് പറയുന്നത് അവൾ കേട്ടു. ആ, ദേ ശാലിനിയും വന്നിട്ടുണ്ട്. രാജേഷ് ഏട്ടൻ മെല്ലെ അവിടെ ചെന്ന് നിന്നു. ഇപ്പോഴവളോട് പറയുന്നത് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് കുതിര കയറാൻ വാ കേട്ടോ. തൻ്റെ കൈമുഷ്ടി ചുരുട്ടി രാജേഷിന്റെ വയറിലേക്കൊന്ന് ഇടിച്ചുകൊണ്ട് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ശാലിനിക്കാണെങ്കിൽ വണ്ണം കൂടി എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരുടെയും പരിഭവം. ഒരു കുട്ടി പോലും ആയിട്ടില്ലെന്നും ഒരുപാട് തടി വെച്ചാൽ അതിനൊക്കെ ബുദ്ധിമുട്ടാണെന്നും അടക്കം പറയുന്നുണ്ട് കല്യാണിയമ്മയും ശാരദ വല്യമ്മയും കൂടി ഇരുന്നുകൊണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ശ്രീദേവിയെ നോക്കി ഒന്ന് വെളുക്കനെ ചിരിച്ച ശേഷം രാജേഷ് ആണെങ്കിൽ ശിവന്റെ അരികിലേക്ക് ചെന്നു.